ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഒത്തിരി ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ലൊരു സണ്ണി ആയിട്ടുള്ള ഡേ കിട്ടിയേക്കുവാണ്. അപ്പം ഞാനൊരു ജാം ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള പ്ലാനുമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ചെറിത്തോട്ടത്തിൽ എത്തിയേക്കുവാണ്. ഒരു ജാം ഉണ്ടാക്കി കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് താല്പര്യം ഈ ചെറിത്തോട്ടം കാണുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തോട്ടത്തിലെ എല്ലാ തരത്തിലുള്ള ചെറി മരങ്ങളും ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചക്ക പോലെ ആകൃതിയിലും വലുപ്പത്തിലും ടേസ്റ്റിലും വ്യത്യാസമുണ്ട് ചെറിയാണെങ്കിലും. അപ്പം ഞങ്ങൾ ഇച്ചിരി ഹാർഡായിട്ടുള്ള നമ്മുടെ വരിക്കച്ചക്ക എന്ന് പറയുന്ന പോലത്തെ അതുപോലെ ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇപ്പം ഞാൻ ശേഖരിക്കുന്നത്. അതായിരിക്കും ഇച്ചിരി കൂടെ നമുക്ക് അതിൻ്റെ കുരുവൊക്കെ കളയാനും പിന്നെ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഇതിനായിരിക്കും. ഇതാ വരുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ പട്ടി. അവന് ചെറി ഭയങ്കര ഇഷ്ടമാണ്. കൊട്ടയോടെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനായിട്ടായിരുന്നു അവൻ്റെ പ്ലാന്. നടന്നില്ല, പോയി. ഇതുണ്ടോ എന്നാ നല്ല പഴുത്ത് തുടുത്ത് കിടക്കുന്ന ചെറിപ്പഴങ്ങൾ. നല്ല രസമല്ലേ കാണാനായിട്ട്. കണ്ടാൽ തന്നെ അങ്ങ് തിന്നാൻ തോന്നും. ഇത് മച്ചുറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാഴ്ച കൊണ്ട് തന്നെ വേഗം തന്നെ എല്ലാം പറിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് അത് വിണ്ട് കീറി പൊട്ടിപ്പോവും. പിന്നെ തന്നെയല്ല പുഴുവൊക്കെ പിടിക്കും. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പം ഇത് നേരിട്ട് ഇനി ഇതേന്ന് പറിച്ച് തിന്നണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മെയ് ലാസ്റ്റ് വീക്കിലും ജൂൺ ഫസ്റ്റ് വീക്കിലുമായിട്ട് ഇത് വന്നാൽ മതി. അപ്പം നമുക്ക് മരത്തേന്ന് ഡയറക്റ്റ് ഫ്രഷായിട്ട് പറിച്ച് കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെറി ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലോട്ട് കയറാം. ആദ്യം നമുക്കിതിനെ നല്ലോണക്ക് കഴുകാം. നല്ലോണക്ക് വെള്ളത്തിൽ റണ്ണിങ് വാട്ടർ കഴുകിയിട്ട് ഇനി നമ്മൾ അതിൻ്റെ ഞെടുപ്പ്, അതിൻ്റെ ആ ഞാലി പോലത്തെ സാധനങ്ങൾ കളഞ്ഞേച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്കിവിടെ ഇതിൻ്റെ കുരു കളയുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മെഷീനുണ്ട്. ഈ മെഷീൻ്റെ അകത്തോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് കുരുവിനെ എടുത്ത് കളയാൻ പറ്റും. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഓരോന്നോരോന്ന് അതിൻ്റെ ആ ഹോളിനകത്തോട്ടിട്ട് കൊടുത്തേച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരു അതിൻ്റെ താഴോട്ടും പോവും. അതിൻ്റെ ചെറിയുടെ ഫ്ലഷായിട്ടുള്ളത് നമ്മുടെ കളക്ട് ചെയ്ത് ആ പാത്രത്തിലോട്ടും വീഴും. അപ്പോൾ ഞാനിതെല്ലാം അങ്ങനെ ഒന്ന് ചെയ്യട്ടെ. ഇനി ഈ മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കത്തി കൊണ്ട് നടുവേ പൊളന്ന് വെച്ചിട്ട് അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞാലും മതി കേട്ടോ. പിന്നെ കൈ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യണം. അല്ലെ പിന്നെ അതിൻ്റെ കറ ഒരു വയലറ്റ് കളറ് നമ്മുടെ കൈയിലും നഖത്തേലും ഒക്കെ ആയിരിക്കും. പിന്നെ 2 പ്രാവശ്യം കഴിയുമ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ കുരു കളഞ്ഞതിനെ എല്ലാം വീണ്ടും എടുത്ത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കണം. പിന്നെ നമുക്കൊന്ന് ചെക്കും ചെയ്യാം. ഇടയ്ക്ക് നമ്മുടെ കുരുവൊക്കെ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടോ, ഇത്രയും കുരുവാണ് കളക്ട് ചെയ്തത്. ഇവിടം കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി സോസ്പാനിനകത്തിട്ട് വെച്ചേക്കുവാണ്. ഇത് 3 കിലോ ഉണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ജാം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും വലിയ ഭാരിച്ച പണിയാണ്. ഇത് സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മാങ്ങാപ്പഴം ആണെങ്കിലും ഉപയോഗിച്ച് നമ്മളിങ്ങനെ ജാം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സാധനം കഴിക്കാൻ പറ്റും, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ. അതുകൊണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ പതകൾ വരും. ആ പത നമ്മൾ എടുത്ത് കളയണം. ജാം ഇട്ട് വെക്കാനുള്ള ബോട്ടിൽസൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇതുകൊണ്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജാം. ഇപ്രാവശ്യം ഇച്ചിരി മഴ കൂടുതലായിരുന്നു ഇവിടെ. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ നേരം തിളപ്പിക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാനുള്ള ഒറ്റ ഒരു ഇൻഗ്രീഡിയൻ്റായ ഷുഗർ എടുക്കാം. 500 ഗ്രാം ഷുഗറാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. 350 ആയിരുന്നേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം ചെറിക്ക് അത്രയും നല്ല മധുരമുണ്ട്. പിന്നെ ഇത് കുറേ നാൾ ഇരിക്കേണ്ടിയിട്ടാണ് കൂടുതൽ പ്രിസർവേറ്റീവ്സ് എന്ന രീതിയിലാണ് ഞാൻ ഷുഗർ 500 ഗ്രാം ചേർത്തേക്കുന്നത്. സാധാരണ 25 മിനിറ്റും കൊണ്ട് ജാം റെഡിയാകേണ്ടതാണ്. ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ സമയം വെക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ അകത്ത് വാട്ടർ ഭയങ്കര കൂടുതലാണ്. അപ്പം നല്ലോണക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകേണ്ടിയിട്ട് സമയമെടുക്കും. ഇവിടെ ഞാൻ ബോട്ടിൽസൊക്കെ സ്റ്റെറൈലാക്കാൻ വേണ്ടി ഓവൻ്റെ അകത്ത് വെച്ചേക്കുകയാണ്. ഞാൻ സാധാരണ 125 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചേക്കുന്നത്. അപ്പം നല്ല സ്റ്റെറൈലായിട്ട് കിട്ടും. ജാമിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാണ് അതായോ ഇല്ലയോ എന്നറിയുന്നത്. അപ്പം നമ്മളൊരു കുഞ്ഞ് പിഞ്ഞാണത്തിൽ ഒരു ഇച്ചിരി എടുത്ത് നോക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് ചെരിച്ച് താഴോട്ട് അധികം ഒഴുകി പോരുന്നില്ലെങ്കിൽ അത് റെഡിയായെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകി താഴോട്ട് പെട്ടെന്ന് പോരും. അപ്പം നമ്മുടെ ജാം ഇവിടെ റെഡിയായി. ഞാൻ ബോട്ടിലുകൾ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 5ാമത്തെ ബോട്ടിലാണ്. ഇനി ഒരു ബോട്ടിലിനോടുള്ള ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ബോട്ടിൽ ജാം കിട്ടും. പിന്നെ നിറയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നല്ല വക്ക് വരെ നിറയ്ക്കണം. കാരണം എയർ അതിനകത്ത് ബാലൻസ് നിൽക്കാത്ത രീതിയിൽ. പിന്നെ അടപ്പ് നല്ല മുറുക്കി അടച്ചിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. 6 ബോട്ടിൽ ചെറി ജാംസുകൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോർ റൂമിൽ കൊണ്ട് എത്ര കാലം വേണേൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ളപ്പോൾ എടുക്കാം.
ഇത് നമുക്ക് ഇനിയിപ്പം വേനൽക്കാലമായി ഐസ്ക്രീമിൻ്റെ കൂടത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ ചീസിൻ്റെ കൂടത്തിൽ കഴിക്കാം തന്നെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനും ഉപയോഗിക്കാം. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി. തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ കീപ് ടച്ച് ആൻഡ് സ്റ്റേ ഹെൽത്തി.